വെൽക്കം ടു സ്റ്റഡി ടൈം. ഇന്നലെ എടുത്തതിൻ്റെ 8ാം ക്ലാസ്സിലെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇന്ത്യയും പോർട്ടുഗീസുകാരും തമ്മിലുള്ള കോണ്ടാക്റ്റ് നിമിത്തം എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ നമ്മുടെ സാമൂഹിക രംഗത്തും പൊളിറ്റിക്കൽ ഫീൽഡിലും നോളജ് സെക്ടറിലൊക്കെ വന്നത് എന്നാണ്. അതിൽ അഗ്രികൾച്ചർ ഫീൽഡ് മാത്രമാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. ദി ഇമ്പാക്റ്റ് ഓഫ് Portuguese contact in India in different areas. First, agriculture sector. Agriculture sector ആണെന്നല്ല പറഞ്ഞത്. Cashew tree, papaya, guava and pineapple were introduced. ഇത് agriculture sectorൽ വരുന്നതാണ്. Next, the first European fort in India was established in കൊച്ചി. ആദ്യത്തെ യൂറോപ്യൻ ഫോർട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് മാനുവൽ. ഏതാണ്? ഫോർട്ട് മാനുവൽ. അപ്പോൾ ആരാ അത് നിർമ്മിച്ചത്? പോർട്ടുഗീസുകാർ. അപ്പോൾ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിതമായി. ഇതേത് മേഖലയിലെ റിസൾട്ടാണ്? പൊളിറ്റിക്കൽ ഫീൽഡിൽ പോർച്ചുഗീസുമാരുമായുള്ള കോണ്ടാക്റ്റ് നിമിത്തം പൊളിറ്റിക്കൽ ഫീൽഡിലുണ്ടായ ഇമ്പാക്റ്റാണ് ഇത്. Next, the regions of Kochi, Goa and Daman and Diu came under the rule of Portuguese. കൊച്ചി, ഗോവ, ദാമൻ, ദ്വീപ് എന്നീ സ്ഥലങ്ങൾ പോർച്ചുഗീസുകാരുടെ ഭരണത്തിന് കീഴിലായി. ഇത് രണ്ടും പൊളിറ്റിക്കൽ ഫീൽഡാണ്. ഇമ്പാക്റ്റ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഇൻ പൊളിറ്റിക്കൽ ഫീൽഡ്. ആ 4 കോളം കണ്ടില്ലേ? പൊളിറ്റിക്കൽ ഫീൽഡ്, അഗ്രികൾച്ചർ സെക്ടർ, നോളജ് സെക്ടർ, കൾച്ചറൽ സെക്ടർ. അതിൽ പൊളിറ്റിക്കൽ ഫീൽഡിലെ ഇമ്പാക്റ്റാണ് ആദ്യത്തെ 2 നെക്സ്റ്റ്, പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അത് ഏത് ഫീൽഡാണ്? അത് നോളജ് സെക്ടറാണ്. പ്രിൻറ്റിംഗ് ടെക്നോളജി, അച്ചടി ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ത് ചെയ്തു? പ്രചാരത്തിൽ വന്നു. നെക്സ്റ്റ്, ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗംകളി വെയർ പോപ്പുലറൈസ്ഡ്. ചവിട്ട് നാടകവും മാർഗംകളി പോലുള്ള ആർട്ട് ഫോമുകൾ വളരെ പ്രചാരത്തിലായത് പോർച്ചുഗീസുകാരാണ്. കാരണം അവരാണ് ഇതിവിടെ കൊണ്ടുവന്നത്, ചവിട്ട് നാടകവും മാർഗംകളിയും. ഇത് കൾച്ചറൽ സെക്ടറിലെ ഇമ്പാക്റ്റാണ്. നെക്സ്റ്റ്, യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. ഇതും കൾച്ചറൽ സെക്ടറിലാണ് വരുന്നത്. യൂറോപ്യൻ രീതിയിലുള്ള നിർമ്മാണ രീതികളെല്ലാം എന്ത് ചെയ്തു? ഇവിടെ സ്ഥാപിതമായി. ട്രെയിനിങ് വാസ് given in war tactics and യൂറോപ്യൻ വെപ്പൺസ്. ഇത് ഏത് മേഖലയിലാണ്? ഇത് പൊളിറ്റിക്കൽ ഫീൽഡിലാണ് എന്ത് ചെയ്തത്? ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ്. യുദ്ധതന്ത്രങ്ങളും അല്ലെ യുദ്ധത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണമെന്നും, എങ്ങനെ യുദ്ധതന്ത്രങ്ങളെല്ലാം യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സോൾജേഴ്സിന് കൊടുക്കേണ്ട ട്രെയിനിങ്ങും യൂറോപ്യൻ രീതിയിലുള്ള വെപ്പൺസുമൊക്കെ പോർച്ചുഗീസുകാരുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിമിത്തം നമുക്ക് കിട്ടിയതാണ് കുറേയൊക്കെ. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വെയർ സ്റ്റാർട്ടഡ്. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, ക്രിസ്ത്യൻ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത് റിലീജിയസ് ഇമ്പാക്റ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് കൾച്ചറൽ സെക്ടറിലോ അല്ലെങ്കിൽ നോളജ് സെക്ടറിൽ ഇത് ഉൾപ്പെടുത്താം. ഇത് റിലീജിയസ് സെക്ടറിൽ ഇതിൽ കൊടുത്തിട്ടില്ല, എന്നാലും ഇത് റിലീജിയസ് ഫീൽഡിലുണ്ടായ ഇമ്പാക്റ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 8ാം ക്ലാസ്സിൽ ചോദിച്ചിരുന്നു. 4 മാർക്കിനോ മറ്റോ ആണ് ചോദിച്ചത്. ഇതുപോലെ എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. 4 5 മാർക്കിന് ചോദിച്ചിരുന്നു. ഉറപ്പായി വന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ദി ഡച്ചുകാരെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു. ഇനി ബീഫിലെ PDBFിലെ പോർച്ചുഗീസുകാർ കഴിഞ്ഞു. അടുത്ത ഡച്ചുകാരെ കുറിച്ചാണ് പഠിക്കുന്നത്. ദി യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദി പോർച്ചുഗീസ് വെയർ ഫ്രം ഹോളണ്ട്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്ന മറ്റൊരു യൂറോപ്യനാണ് ആര്?
നെതർലൻഡുകാർ അല്ലെങ്കിൽ പോളണ്ടിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് ഡച്ചുകാരെന്ന് പറയുന്നത്. അവർ ഏത് രാജ്യക്കാരാണ്? നെതർലൻഡുകാരാണ് അല്ലെങ്കിൽ പോളണ്ടുകാരാണ് ഡച്ചുകാരെന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ദേ ആർ ആൾസോ നോൺ ആസ് ദി ഡച്ച്. അവരെ പോളണ്ടിലുള്ള ആൾക്കാരെ ഡച്ചുകാരെന്ന് അറിയപ്പെട്ടു. നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര വേർ ദി മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ. The Dutch defeated the Portuguese in their competition for monopoly in trade. നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഇവരുടെ ഡച്ചുകാരുടെ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഈ 3 പോയിന്റ് എവിടെയുള്ളൂ. ഏത് രാജ്യക്കാരാണ് ഡച്ചുകാരെന്നറിയപ്പെടുന്നത്? ഏതാണ്? പോളണ്ടുകാരെ. ഇവരുടെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര. ദി ഡച്ച് ആരെന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ ട്രേഡിലുണ്ടായ കുത്തക തകർക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. ഇൻ 1741 മാർത്താണ്ഡവർമ്മ ഹൂ റൂൾഡ് ട്രാവൻകൂർ ക്ലാഷ്ഡ് വിത്ത് ദി ഡച്ച് അറ്റ് കൊളച്ചൽ നിയർ കന്യാകുമാരി. ഈ ഡച്ചുകാർ വന്നപ്പോൾ അവർ തിരുവിതാംകൂറിൽ വന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിലി സ്റ്റേറ്റ് നാട്ടുരാജ്യം ഭരിച്ചിരുന്നത് നമ്മുടെ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇവർ വന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് മാർത്താണ്ഡം എന്ന് പറയുന്നതായിരുന്നു അന്ന് അവിടുത്തെ കന്യാകുമാരിക്കടുത്തുള്ള മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് തിരുവിതാംകൂർ രാജാവ് ഭരിച്ചിരുന്നത്. അപ്പോൾ 1741 മാർത്താണ്ഡവർമ്മ ട്രാവൻകൂർ ഭരിച്ചിരുന്ന സമയത്ത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലൊരു യുദ്ധമുണ്ടായി. അതെവിടെ വെച്ചായിരുന്നു? കന്യാകുമാരിക്കടുത്തുള്ള കൊളച്ചിൽ വെച്ചായിരുന്നു. ഏതാണ് വർഷം? 1741. വിത്ത് ദി ഡിഫീറ്റ് ഇൻ ദിസ് വാർ ദി ഡച്ച് ലോസ്റ്റ് ദെയർ സൂപ്രമസി ഇൻ ഇന്ത്യ. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അതോടുകൂടി അവരുടെ ആധിപത്യവും ഇന്ത്യയിലെ ആധിപത്യവും അവസാനിച്ചു. ഈ യുദ്ധത്തിന് ബാറ്റിൽ ഓഫ് കൊളച്ചിലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ട് വാസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ ഇൻ ഇന്ത്യ ഹിസ്റ്ററി? എന്താണ് ഇന്ത്യൻ ചരിത്രത്തിൽ കൊളച്ചിൽ യുദ്ധത്തിനുള്ള പ്രാധാന്യം? This was the first battle in which a European power lost to an Indian ruler. ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഒരു നാട്ടുരാജാവിനാൽ അവരുടെ തോറ്റുപോയത്. നാട്ടുരാജാവിനാൽ അവരുടെ ആധിപത്യം അവസാനിപ്പിക്കപ്പെടാൻ കാരണമായത്. അപ്പോൾ യൂറോപ്യൻ ശക്തിയെ ആദ്യമായിട്ട് പരാജയപ്പെടുത്തിയ ഇന്ത്യൻ രാജാവ്, ഒരു നാട്ടുരാജാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് കൊളച്ചിലാണ്. ബാറ്റിൽ ഓഫ് കൊളച്ചിലിൻ്റെ പ്രാധാന്യം അതാണ്. അതിൻ്റെ വർഷം ഏതാണ്? 1744. ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ നടന്നത്? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാം. പഴയതുപോലെയൊന്നും ചോദിക്കില്ല. നീ ഈ പ്രസ്താവനയെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ 1741 കന്യാകുമാരിക്കടുത്തുള്ള കൊളച്ചിൽ വെച്ചാണ് നടന്നത്. അതിൽ ഏറ്റുമുട്ടിയ ശക്തികൾ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, രാജാവാരാണ്? മാർത്താണ്ഡവർമ്മ. ദിസ് വാസ് ദി ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ പവർ ലോസ് ടു ആൻ ഇന്ത്യൻ റൂളർ. ഒരു ഇന്ത്യൻ റൂളറാൽ ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായിട്ട് പരാജയപ്പെടുന്ന യുദ്ധമാണെന്ത്? ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. അതാണ് കൊളച്ചിൽ യുദ്ധത്തിൻ്റെ ഇമ്പോർട്ടൻസ്. പോർത്തൂസ് മലബാർ കേസ്. ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് വിത്ത് ദി ഡച്ച് ഈസ് ദി വർക്ക് പോർത്തൂസ് മലബാർ കേസ്. പോർത്തൂസ് മലബാർ കേസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഡച്ചുകാരുമായുള്ള കോൺടാക്റ്റ് നിമിത്തം അവരുമായുള്ള സമ്പർക്കം നിമിത്തം നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. നമുക്ക് കിട്ടിയൊരു വലിയ കോൺട്രിബ്യൂഷനാണ് പോർത്തൂസ് മലബാർ കേസ്. അപ്പോൾ പോർത്തൂസ് മലബാർ കേസ് കൊണ്ടുവന്നത് ഡച്ചുകാരുമായുള്ള കോൺടാക്റ്റ് നിമിത്തമാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള പ്രസൻറ്റഡ് ഇൻ ദിസ് ബുക്ക്. കേരളത്തിലെ 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കാണേത്? പോർത്തൂസ് മലബാർ കേസ്. ഹെൻറിക് വാൻ റീഡ്, ദി ദെൻ ഡച്ച് ഗവർണർ, വാസ് ദി കമ്പൈലർ ഓഫ് ദിസ് വർക്ക്.
ഈ ബുക്കിന് പിന്നിൽ പ്രവർത്തിച്ചത് അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ്, പിന്നെ തദ്ദേശീയരായ ഇൻഡിജിനസ് മെഡിക്കൽ പ്രാക്ടീഷണറായ ഇട്ടി അച്യുതൻ, അന്നത്തെ ഏതെങ്കിലും ഒരു തദ്ദേശവാസി, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടിയേ ഡച്ചുകാർക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അവരെ സഹായിച്ചൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു ഇട്ടി അച്യുതൻ. ഹെൽപ്ഡ് ഹിം ഇൻ ദിസ് കോമ്പോസിഷൻ. ഈ ബുക്ക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച ഇൻഡിജിനസ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു ആര്? ഇട്ടി അച്യുതൻ. അപ്പു ഭട്ട്, റാണ ഭട്ട് ആൻഡ് വിനായക ഭട്ട് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ദിസ് ടു ദി കോമ്പോസിഷൻ ഓഫ് ദിസ് വർക്ക്. അപ്പു ഭട്ടും റാണ ഭട്ടും വിനായക ഭട്ടും എന്ത് ചെയ്തു? അദ്ദേഹത്തെ സഹായിച്ചു. ഹോർത്തൂസ് മലബാർക്കസ് വാസ് ദി ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് വിത്ത് ദി സം മലയാളം വേർഡ്സ്. ചില മലയാളം വാക്കുകൾ ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത ആദ്യത്തെ ബുക്കാണ് ഇത്, ഹോർത്തൂസ് മലബാർക്കസ്. ദിസ് വർക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബൈ ഡോക്ടർ KS മണിലാൽ. ഈ ബുക്ക് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് KS മണിലാലാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ പഠിച്ചു. അടുത്ത ഡച്ചുകാരുമായിട്ടുള്ള കോണ്ടാക്ട് നിമിത്തം നമുക്ക് കിട്ടിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഇത്. ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാർക്കസ്. അതിനവരെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ആളാണ്. അത് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി തയ്യാറെടുത്തത്, ഇതിനു വേണ്ടി കാര്യങ്ങളെല്ലാം നീക്കിയത് ഹെൻറിക് വാൻ റീഡാണ്. പിന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഈ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ആള് ചേർത്തല താലൂക്കിൽ, ഇന്നത്തെ ചേർത്തല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലുള്ള ആളാണ്. അവർ പാരമ്പര്യ വൈദ്യനായിരുന്നു ആളാണ് ആര്? ഇട്ടി അച്യുതൻ. അപ്പോൾ ഇത്രയും മതി. ഇന്ന് തന്നെ ഇരുന്ന് നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ബൈ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ല് ഐക്കൺ അമർത്തുകയും ചെയ്യണം. ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.